ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, അങ്ങനെ പലതും മുമ്പുണ്ടാവും പറ്റില്ല. അങ്ങനെ പലതും മുമ്പിലുണ്ടാവും. പണിയെടുക്കുന്ന ഏകദേശം 50 ലക്ഷത്തോളം ആളുകളുടെ ജീവനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇടത്തരം ചെറുകിട വ്യാപാര മേഖലയിൽ 2012 മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റാണ് വിദേശ നിക്ഷേപം കൊണ്ടുവന്നത്. ഇന്ന് വ്യാപാര മേഖല ചെറുകിട ഇടത്തര വ്യാപാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കഴിയാത്ത അവസ്ഥ കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾ മൂലം നേരിടുന്നു. ഓൺലൈൻ വ്യാപാരം കച്ചവടത്തെ വല്ലാത്ത രൂപത്തിൽ ബാധിക്കുന്നു. വാടക കരാറ് പുതുക്കി നിശ്ചയിക്കാത്തതുകൊണ്ട് തന്നെ കരാറുകാരായിട്ടുള്ള വാടകക്കാർ പലപ്പോഴും ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നു. വാടകയുമായി ബന്ധപ്പെട്ട് GST ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ തുക അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള രൂപത്തിലേക്ക് വ്യാപാരികൾ നിർബന്ധരാകുന്ന ഒരു അവസ്ഥ ഇതിനകത്തുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് കാര്യത്തിനകത്ത് അനുഭാവപൂർവമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. 2025-26 ബജറ്റിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ നമ്മുടെ രാജ്യത്തിൽ ആദ്യമായി ഈ സംസ്ഥാനത്ത് ഒരു വ്യാപാര നയം പ്രഖ്യാപിക്കുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കപ്പെടുകയും അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ഗവൺമെന്റിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, മറ്റു മേഖലകളിൽ MSME യൂണിറ്റുകൾക്ക് നൽകുന്നതുപോലെ വൈദ്യുതി താരിഫിൽ ചെറുകിട ഇടത്തരം വ്യാപാര മേഖലയിൽ ഇളവ് അനുവദിക്കുന്നതിന് വേണ്ടി ഇടപെടണം. അനാവശ്യവും അരക്ഷിതാവസ്ഥയുമായ GST പരിശോധന പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകണം. വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യാപാര സംഘടനകളും വ്യാപാരക്ഷേമ ബോർഡുമായി സഹകരിച്ച് ട്രേഡ് ഫെസ്റ്റുകൾ സംഘടിപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണം. സ്കൂളുകളിൽ നടത്തുന്ന അനധികൃതവും രജിസ്ട്രേഷൻ എടുക്കാത്തതുമായ എല്ലാ വ്യാപാരവും നിയന്ത്രണത്തിന് വിധേയമാക്കണം. അതുപോലെ തന്നെ വ്യാപാരിക്ഷേമ ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും ആകർഷകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ഗവൺമെന്റ് ഇടപെടണം. തദ്ദേശ സ്ഥാപനങ്ങളിലെയും മറ്റ് വ്യാപാര ലൈസൻസുകൾ സുഗമമായി ലഭിക്കുന്നതിനുള്ള ഏകജാലക സംവിധാനം പരിഷ്കരിച്ച് നടപ്പിലാക്കണം. വ്യാപാര ലൈസൻസിന്റെ കാലാവധി ആവശ്യക്കാർക്ക് 5 വർഷമായി പുനഃക്രമീകരിക്കുക. മറ്റൊരു സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ വാടകയ്ക്കെടുക്കുന്നവർക്ക് പ്രസ്തുത കെട്ടിടങ്ങൾ നിബന്ധനകൾക്ക് വിധേയമായി കൈമാറാനുള്ള നിയമസാധുത ഉറപ്പുവരുത്തുക. വ്യാപാര മേഖലയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ തർക്കങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കുവാൻ ഗ്രീവൻസ് സെല്ലുകൾ രൂപീകരിച്ച് ഫലപ്രദമായി ഇടപെടുക. ഇത്തരം നിരവധി വിഷയങ്ങൾ നമ്മുടെ വ്യാപാര മേഖലയിലുണ്ട്. നമ്മുടെ വ്യാപാരികളെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളത്തിലെ വ്യാപാര മേഖലയിൽ ഓരോ കച്ചവടക്കാരും അവരുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ചെറുതും വലുതുമായ വ്യാപാര മേഖലയിലെ ഈ വരുമാനത്തെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് കാര്യക്ഷമമായി ഗവൺമെന്റ് ഇടപെടുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി തന്നെ ഈ വർഷത്തിനകത്ത് 2 വ്യത്യസ്തമായ മീറ്റിംഗുകൾ ചേർന്നുകൊണ്ട് ഈ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, വരുന്ന ഈ വർഷത്തിനകത്ത് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും പ്രത്യേകമായി സമയമെടുത്ത് മീറ്റിംഗുകൾ വിളിച്ചുകൊണ്ട് വ്യാപാര മേഖലയിലെ ചെറുതുമരുതുമായ പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് പരിരക്ഷ കിട്ടുമെന്ന് നൽകിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യാപാര മേഖലയിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നതിന് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, വ്യാപാര മേഖലയിലെ ഒട്ടനവധി നയങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേകമായിട്ടുള്ള ചില നിലപാടുകൾ ചെറുകിട ഇടത്തരം വ്യാപാര മേഖലയെ വലിയ തോതിൽ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് നമുക്കറിയാം, ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ അടക്കമുള്ള ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് അടക്കം നടത്തിക്കൊണ്ട് കേരളത്തിലെ വ്യാപാര മേഖലയ്ക്ക് കൂടെ ഗുണകരമാകുന്ന രൂപത്തിലേക്ക് കൂടുതൽ നിക്ഷേപം സ്വീകരിക്കുന്ന രൂപത്തിലേക്ക് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ 50 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജീവനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 14 ലക്ഷത്തിലധികം വരുന്ന ചെറുകിട ഇടത്തരം വ്യാപാര മേഖലയും ചെറു സംരംഭങ്ങളെയും ആകെ നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും ആവശ്യമായ പ്രത്യേക പാക്കേജുകളും ഇടപെടലുകളും ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഈ ശ്രദ്ധ ക്ഷണിക്കലിൽ കൂടി എനിക്ക് വിനീതമായി ഗവൺമെന്റിനോട് ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി സാർ, വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ബഹുമാനായ അംഗം സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ മൂലം വ്യാപാര മേഖല പൊതുവെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ചെറുകിട വ്യാപാര മേഖല അത് കണ്ട് സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. വാണിജ്യ മേഖലയിലെ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്ന നിലയിൽ വ്യവസായ വകുപ്പിന് കീഴിൽ വാണിജ്യത്തിനായി ഒരു പ്രത്യേക ഡിവിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കോമേഴ്സ് മിഷന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 2023 വ്യവസായ നയം ചില്ലറ വ്യാപാര മേഖലയെ മുൻഗണനാ മേഖലയായി പരിഗണിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി ഇപ്പോൾ സർക്കാർ MSMEകളുടെ പൊതു ഇൻഷുറൻസ് പദ്ധതിയിൽ വ്യാപാരികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5000 രൂപ വരെയുള്ള ഇൻസെന്റീവ് പ്രീമിയത്തിന് 50% സർക്കാർ അടയ്ക്കുന്ന പദ്ധതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടെ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ബഹുമാനായ അംഗം ചൂണ്ടിക്കാട്ടിയതുപോലെ സംഘടനകളുമായിട്ട് 2 തവണ ചർച്ച ചെയ്തിരുന്നു. ബാങ്കുകളുമായിട്ട് യോഗം വിളിക്കാമെന്ന് കണ്ടിട്ടുണ്ട്. ഇതുകൂടാതെ 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകളാണെങ്കിൽ 5 വർഷത്തേക്ക് 6% പലിശ സബ്സിഡി നൽകുന്ന സ്കീം വ്യാപാര മേഖലയ്ക്ക് കൂടി ബാധകമാക്കിയിട്ടുണ്ട്.
LSCയുമായി ബന്ധപ്പെട്ടും അതുപോലെ GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാത് വകുപ്പുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. 3 മേഖലകളായി കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് യോഗം വിളിക്കാമെന്ന് കണ്ടിട്ടുണ്ട്. GST റിട്ടേൺ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് GST ഹെൽപ്പ് ഡെസ്കുകൾ എല്ലാ ജില്ലയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. GST വന്നതിന് ശേഷം സംസ്ഥാനത്തിന് ചില പരിമിതികളുണ്ട്. പുതുതായി നമുക്ക് നികുതി കുറയ്ക്കാൻ സംസ്ഥാനത്തിന് അധികാരമില്ലാത്ത സാഹചര്യമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് 3 പല മേഖലാ യോഗങ്ങളിലൂടെ വിശദമായി ഇക്കാര്യം വീണ്ടും ചർച്ച ചെയ്യാവുന്നതാണ്. സാർ, ഏറ്റവും വലിയ പ്രശ്നം വാടകക്കാരായിട്ടുള്ള കച്ചവടക്കാർക്ക് പലപ്പോഴും ഒഴിപ്പിക്കൽ നടപടിക്ക് വിധേയമാകുന്നുണ്ട്. വാടക കരാർ കേന്ദ്ര മൂല നിയമത്തിന്റെ ഭാഗമായിട്ട് പ്രത്യേകമായിട്ടുള്ള നിയമം പരിഷ്കരിച്ചുകൊണ്ട് വാടകക്കാരെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കും. നിയമനിർമ്മാണത്തെക്കുറിച്ചും വ്യാപാര സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ അക്കാര്യം പരിശോധിക്കുന്നതാണ്.